ഇനി ഒരു കോംപ്രമൈസും കാര്യം നടക്കുന്നില്ല. അല്ല ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളോ? അല്ലെ 10 ദിവസം കാക്കും, അത് കഴിയുമ്പോൾ വിളിച്ചിറക്കി. അപ്പുക്കുട്ട സാറ് എന്താ അപ്പുക്കുട്ടായി? എന്താ അപ്പുക്കുട്ടായി? അമ്മാവനെ വലുത് അപ്പുക്കുട്ടനാ വലുത്? അത് എന്റെ പാർട്ടിയാ വലുത്? പാർട്ടി അപ്പുക്കുട്ട സാറിനെ നീ ഒന്നും പറഞ്ഞോളെ. എന്ത്? എന്നെ വേണേ എന്തെങ്കിലും പറഞ്ഞോ കേട്ടോ. എനിക്ക് അപ്പുക്കുട്ട സാർ ഇപ്പോഴും വലുത് തന്നെയാണ്, പാർട്ടിയും വലുത് തന്നെയാണ്. എനിക്ക് പക്ഷേ എന്റെ അമ്മാവനാണ് വലുത്. അമ്മാവനും എനിക്ക് വലുത് തന്നെയാണ്. അതാ ചോദിച്ചത്. അമ്മാവിന്റെ ഒരു കാര്യത്തിന് ക്ലീറ്റോനെ പാർട്ടിന്ന് പുറത്താക്കിയ ക്ലീറ്റോ എത്ര നാളും വർക്ക് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ? പിന്നെ എത്ര മെമ്പേഴ്സ് ഉണ്ട് അതിനകത്ത്? അമ്മാവനൊരു ശകലം കൂടെ ഒന്ന് ക്ഷമിച്ചൂടെ അമ്മാവ? ഞാനെന്ത് പറയാനാടാ, കുറേ നാളായിട്ട് ഒരു നിലയും വലിയില്ലാത്തൊരു കോമാളിയാണ് ഞാൻ. നമ്മുടെ വാക്കിനൊന്നും ഒരു വലിയില്ല. ക്ലീറ്റോ അപ്പുകുട്ട സാറിനെ ഒന്നും കൂടി വിളിച്ചത് നടക്കൂല എന്ന് പറ. അല്ല, ക്ലീറ്റോ ചേട്ടനെ പാർട്ടിന്ന് പുറത്താക്കണ്ട. ക്ലീറ്റോ ചേട്ടൻ അങ്ങോട്ട് പോകും, പുറത്താവും. അതെ, നിങ്ങൾ ഈ പാർട്ടി അപ്പുക്കുട്ട സാറിനെ ആരും ഒന്നും പറഞ്ഞു കളിക്കണ്ട. നിങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ വലിയ സംഭവമാണ്. എന്ത് സംഭവം? എനിക്ക് സംഭവമാണ്. എന്ത് സംഭവം? എന്ത് സംഭവം? അതിനേക്കാളും വലുതാ മനുഷ്യന്റെ ജീവിതം. അല്ലെ തന്നെ മഹത്തായ പാർട്ടി ഒന്നും അല്ലല്ലേ? അതെ, പാർട്ടി അപ്പുക്കുട്ട സാറിനെ ആരും കൂടുതൽ ഒന്നും പറഞ്ഞു കളിക്കണം. പറയുന്നില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ കല്യാണം നടത്തും, അതിനകത്ത് ഒരു മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് ആലോചിക്കാനുണ്ട്. അത് പലതും ഉണ്ട്. നിങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതിയോ? അല്ല എന്തോ പിന്നെ അല്ല, നിനക്ക് ഇത്ര വിഷമം വരേണ്ട കാര്യം വിഷമമുണ്ടാ? ഈ പാർട്ടി കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടാ? ഈ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ വീടിന് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്ത് ഗുണമുണ്ടല്ലോ എന്നുള്ള കാര്യം നീ അറിയേണ്ട കാര്യമില്ല. അമ്മാവിന്റെ കാര്യത്തിൽ ഈ തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ പറയും. നീ അഭിപ്രായം പറഞ്ഞു, പക്ഷേ DDT പാർട്ടി ഇതായിട്ട് കൂട്ടിക്കുഴക്കരുത്. അങ്ങനെ നിന്റെ DDT പാർട്ടിക്ക് എന്ത് യോഗ്യതണ്ടാ? ഒരു 4-5 പൊട്ടന്മാരുണ്ട് അണികള്. വായി നോക്കി ഒരു നേതാവായിട്ടുണ്ട്. അമ്മാവന്റെ കാര്യത്തിലൂടെ ഒരു ഗുണമില്ലാത്തൊരു കാര്യത്തിൽ അമ്മാവന്റെ കാര്യത്തിൽ എനിക്ക് അധികാരം ഉണ്ടെങ്കിൽ അപ്പുക്കുട്ട സാറിനും അധികാരം ഉണ്ട്. അങ്ങനെയാണ് ഈ കുടുംബം നോക്കുന്നത്. നിന്റെ കുടുംബം അല്ലല്ലോ, നീ ആണല്ലോ. ഇടയ്ക്ക് ഞാനാണ് കൊടുക്കുന്നത്. എനിക്ക് കല്യാണം വേണ്ട. ഇനി ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അതെന്തിനാ? നമ്മൾ തീരുമാനിച്ച പോലെ നമ്മൾ ഈ കല്യാണം നടത്തും. വേണ്ടടാ, എൻ്റെ ജാതകദോഷം ഈ പ്രായത്തിൽ ഈ പൊട്ട മനസ്സിൽ ആവശ്യമില്ലാത്ത ഓരോരോ ആഗ്രഹങ്ങൾ വന്നു. അതങ്ങനെ പോട്ടെ. അമ്മാവിന് എവിടെ പോകുന്നതാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മാവിന് താല്പര്യം ഇല്ലെങ്കിലും ഗിരിയെ ചച്ചുകൊണ്ട് ഞാൻ വേറെ ആരും കെട്ടിക്കും. ആരെ തടഞ്ഞ എനിക്ക് അറിയണല്ലോ. നാടിനും വീടിനും ഗുണമില്ലാത്ത ഓരോരുത്തന്മാർ ഇറങ്ങിയിട്ടുണ്ട് പാർട്ടി ഉണ്ടാക്കാനായിട്ട്. നീ പറഞ്ഞോണ്ടല്ലോ, നീ ഒലത്ത് തന്നെ കാണിച്ചരാം. അവന് തോന്നിയാലും തീരുമാനം എടുക്കാൻ. കല്യാണക്കാര്യം പറഞ്ഞ് അന്ന് തുടങ്ങിയത് ഈ വീട്ടിൽ ഇടി. ദൈവമേ, നമുക്കാണ് ഒരു സമാധാനം ഇല്ലാത്തത്. ഇതൊരു കഷ്ടമാണ് ദൈവമേ.